ഹായ് ഫ്രണ്ട്സ്, ഓട്ടോ ഡ്രൈവിലേക്ക് സ്വാഗതം. മാരുതിയുടെ ഏറ്റവും പ്രീമിയം ലൈഫ് സ്റ്റൈൽ ഹാച്ച്ബാക്കായ ബലെനോയാണ് നമ്മൾ ഇന്ന് ഷോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പത്ത് വർഷം മുന്നേ തന്നെ മാരുതി ഇന്ത്യൻ വിപണിയിൽ ബലെനോ എന്ന ഈ വെഹിക്കിൾ ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷേ ആ കാലത്ത് ആ മോഡൽ അത്രയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ മാരുതി വീണ്ടും ആ സെയിം നെയിം വെച്ചിട്ട് തന്നെ വെഹിക്കിൾ വീണ്ടും ലോഞ്ച് ചെയ്തിരിക്കുന്നു. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ആ വെഹിക്കിളിൽ വരുത്തിയിരുന്നത് നോക്കാം. If you don't dig techno. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബലെനോ ഒരു ചെറിയ ഹാച്ച് ബാക്കായി തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഈ വെഹിക്കിളിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 3995 mm അതേമാതിരി വിഡ്ത്ത് വരുന്നത് 1745 mm ആയ ഒരു വലിയ ഹാച്ച് ബാക്ക് വെഹിക്കിളാണിത്. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നോക്കുമ്പോൾ തന്നെ രണ്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ലൈൻസ് ആണ് മാരുതി വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഹെഡ്ലൈറ്റായിട്ട് സിമിലാരിറ്റി തോന്നുന്നെങ്കിലും ചെറിയ ഹെഡ്ലൈറ്റ്സാണ് ഈ വെഹിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് രണ്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സും വിത്ത് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റും മാരുതി വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വി ഷേപ്പ് ഗ്രിൽസാണ് മാരുതി വെഹിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്രോം ഫിനിഷും മാരുതി കൊടുത്തിരിക്കുന്നു. ഈ ഹെഡ്ലൈറ്റ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഈ ക്രോം ഫിനിഷ് അതേമാതിരി മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു വലിയ ബമ്പറാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. അതേപോലെ തന്നെ വലിയ എയർ ഡാമും ഈ വെഹിക്കിളിൽ മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ കുറച്ചുകൂടി നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഫോഗ് ലാമ്പ്സും ഈ വെഹിക്കിളിൽ മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ വെഹിക്കിളിൻ്റെ അലോയിൽ വരുന്നത് മാരുതിയുടെ മറ്റു വെഹിക്കിളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഡിസൈനിലാണ് മാരുതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വെഹിക്കിളിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത് 195/55 R16 എന്നുള്ള പ്രൊഫൈലാണ് മാരുതി വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. ബലെനോയിൽ ഏറ്റവും സ്റ്റൈലിഷായി തോന്നിപ്പിക്കുന്നത് അതിൻ്റെ സൈഡ് വൈസ് നോക്കുമ്പോഴാണ്. എസ് ക്രോസിൽ വരുന്നപ്പോൾ തന്നെ ഡോർ പാഡ്സിലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സും വന്നിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് വരുന്നത് ക്രോം ഫിനിഷുള്ള ഡോർ ഹാൻഡിൽസാണ് വെഹിക്കിളിൽ വരുന്നത്. അതുപോലെ തന്നെ വിൻ പോർഷനിലും ഒരു ക്രോം ലൈൻസ് കൊടുത്തിരിക്കുന്നു. ഓവറോൾ സൈഡ് ലൈറ്റ്സ് നോക്കുമ്പോൾ ഒരു സ്പോർട്ടി ഫീൽ വെഹിക്കിൾ നൽകുന്നതാണ്. If you don't dig techno. പിൻഭാഗം നോക്കുമ്പോൾ ഈ വെഹിക്കിൾ തികച്ചും ഒരു സ്പോർട്ടി ഫീലാണ് നമുക്ക് തരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള രണ്ട് ടെയിൽ ലാമ്പ്സും തള്ളി നിൽക്കുന്ന രണ്ട് ക്രോം ഫിനിഷുള്ള ബൂട്ട് ലിഡ്സാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. അതുപോലെ തന്നെ നല്ല സ്പോർട്ടി ടൈപ്പുള്ള ലിപ് ടൈപ്പ് സ്പോയിലറാണ് ഈ വെഹിക്കിളിൽ മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോമണായി കാണുന്ന ഡിഫോഗേഴ്സ് ഈ വെഹിക്കിളിൽ വരുന്നു. മറ്റു വെഹിക്കിളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ റിവേഴ്സ് ക്യാമറ ഈ വെഹിക്കിളിൽ വരുന്നത് ഈ വെഹിക്കിളിൻ്റെ ബൂട്ട് ലിഡിലാണ്. വിശാലമായ പിൻ സീറ്റാണ് ഈ വെഹിക്കിളിൽ മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആംറസ്റ്റ് ഇല്ലാത്തത് ഒരു വലിയ കുറവ് തന്നെയാണ്. 339 ലിറ്ററാണ് ഈ വെഹിക്കിളിൻ്റെ ബൂട്ട് സ്പേസ്. അതും മാച്ച് പാക്കിൽ പതിവുള്ളതല്ല. ഈ വെഹിക്കിളിൽ ഫുള്ളി ലെതർ സീറ്റ്സാണ് വരുന്നത്. ഓവറോൾ ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി പ്രീമിയം ലുക്ക് ഈ വെഹിക്കിൾ നമുക്ക് തരുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്സാണ് മാരുതി വെഹിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റ്സ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സേഫ് ജേർണിക്ക് ഇത് നല്ലൊരു ഫീൽ ഈ വെഹിക്കിൾ തരുന്നതാണ്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സായ ABS EBDയും ഈ വെഹിക്കിളിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്ത രീതിയിലാണ് മാരുതി വെഹിക്കിൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു 7-inch ഇൻഫോർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റമാണ് ഈ വെഹിക്കിൾ വരുന്നത്.
അതിൽ GPS നാവിഗേഷൻസും ഇൻക്ലൂഡാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഐഫോണും ഐപാഡും കോമ്പാറ്റബിൾ ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാരുതി ആണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC ആൻഡ് ക്ലൈമറ്റ് കൺട്രോൾസ് വരുന്നുണ്ട്. കുറച്ചും കൂടിയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റർ കൺസോളാണ് ഈ വെഹിക്കിൾ നമുക്ക് തരുന്നത്. കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള സെൻറ്റർ കൺസോളാണ്. ഫുൾ മാറ്റ് ഫിനിഷിലുള്ള സെൻറ്റർ കൺസോളാണ് ഈ വെഹിക്കിൾ വരുന്നത്. പിന്നെ നോർമലി നമ്മൾ സ്വിഫ്റ്റിൽ മാരുതിയുടെ ബാക്കിയുള്ള വെഹിക്കിൾസിൽ കാണുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് മൗണ്ട് സ്വിച്ചസ്, അതേമാതിരി പവർ വിൻഡ് സ്വിച്ചസും ഒക്കെ ബാക്കിയുള്ള വെഹിക്കിൾ കാണുന്ന രീതിയിലുള്ള സെയിം, അത് വലിയ വ്യത്യാസമൊന്നും മാരുതി വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നില്ല. കുറച്ചും കൂടി വലിയ രീതിയിലുള്ള പാർസൽ ട്രെയിൻ ഈ വെഹിക്കിൾ മാരുതി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിൽ താഴെ തന്നെ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസും മാരുതി വെഹിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഡുവൽ SRS എയർ ബാഗാണ് ഈ വെഹിക്കിൾ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു USB പോർട്ടും അതേപോലെ തന്നെ ഓക്സ് കേബിൾ കുത്താനുള്ള ഒരു പോർട്ടും ഈ വെഹിക്കിളിൽ വരുന്നുണ്ട്. Time to go if you don't dig techno. Time to go if you don't dig techno. ഇനി നമുക്ക് അടുത്ത മീറ്റർ നോക്കുകയാണെങ്കിൽ നല്ല സ്പോർട്ടി ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് ഈ വെഹിക്കിൾ വരുന്നത്. ബ്ലൂ കളറിലുള്ള 4.2 ഇഞ്ച് TFT സ്ക്രീനാണ് ഈ വെഹിക്കിൾ വരുന്നത്. ട്രിപ്പ് കമ്പ്യൂട്ടറാണ് ഈ മീറ്ററിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ ആവറേജ് സ്പീഡ്, ഇനി വെഹിക്കിൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും, അതുപോലെ തന്നെ ഇനി എത്ര ഫ്യൂവൽ ബാക്കിയുണ്ട്, മൈലേജ്, പവർ ടോർക്ക് മീറ്റർ, അങ്ങനെ എല്ലാ ഇൻഡിക്കേഷൻസും ഈ മീറ്ററിൽ വരുന്നുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ മാരുതിയുടെ മറ്റു വെഹിക്കിളിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു മീറ്റർ, അതായത് എക്സ്ക്രോസിലും സിയാസിലും ഉപയോഗിച്ചിരിക്കുന്ന ഏകദേശം ആ സെയിം ടൈപ്പുള്ള കുറച്ചും കൂടിയും സ്പോർട്ടി ടൈപ്പുള്ള മീറ്ററാണ് ഈ വെഹിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 4 ഡോറിൽ ഏതെങ്കിലും ഡോർ നമ്മൾ ക്ലോസ് ചെയ്യാൻ വിട്ടിരുന്നെങ്കിൽ അതും മീറ്ററിൽ പ്രത്യേകിച്ച് ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ 1.2 ലിറ്റർ K സീരീസ് പെട്രോൾ എഞ്ചിനാണ് ഈ വെഹിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഡീസൽ വേരിയൻറ്റ് വരുന്നത് 1.3 ലിറ്റർ ഫിയറ്റ് മൾട്ടിജെറ്റ് എഞ്ചിനാണ്. ഇന്ത്യക്ക് പുറത്ത് ഈ വെഹിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത് 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 1197 cc പെട്രോൾ എഞ്ചിനാണ്. ഈ വെഹിക്കിൾ നമുക്ക് മാക്സിമം പവർ തരുന്നത് 83 bhp, മാക്സിമം ടോർക്ക് വരുന്നത് 115 mm ടോർക്കാണ് ഈ വെഹിക്കിൾ വരുന്നത്. ഈ വെഹിക്കിളിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 mm ആണ്. Time to go if you don't dig techno. Time to go if you don't dig techno. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡ് മറ്റൊരു വെഹിക്കിളുമായി പരിചയപ്പെടാം. ടിൽ ദെൻ, ഇന്ദ്രജിത്ത് സൈനിങ് ഓഫ്. ബൈ.